ഹലോ ഫ്രണ്ട്സ്, കാനസ്റ്റർ ഫിൽറ്ററിൻ്റെ ഉപയോഗം അക്വേറിയം യൂസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ രീതിയിലുള്ള കാനസ്റ്റർ ഫിൽറ്ററാണ് നമ്മൾക്ക് സുപരിചിതമായത്. ഒരു 1000 ലിറ്ററോ 1000-ന് മുകളിലുള്ള ലിറ്ററോ കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കിലേക്ക് യൂസ് ചെയ്യുന്ന ഫിൽറ്ററിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മറൈനിലും അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിലും അല്ലെങ്കിൽ മോൺസ്റ്റർ ടാങ്ക് വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സ്കേപ്പിലേക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എഹീമിൻ്റെ ക്ലാസിക് 1500 XL എന്ന് പറഞ്ഞൊരു മോഡലിനെ കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പ്ലാന്റ് ഡെക്കറത്തിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിലുള്ള അക്വാസ്കേപ്പിങ്ങിനെ കുറിച്ചോ കൂടുതൽ അറിയുവാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? നമ്മളിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ 65 വാട്ട്സിൻ്റെ ഒരു പവർഫുൾ മോട്ടറാണ് ഇതിൽ വരുന്നത്. രണ്ടാമതായിട്ട് കൊടുത്തത് 300 to 1500 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കിലേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഫ്ലോ റേറ്റ് ആണ്. 2400 ലിറ്റർ പെർ അവറാണ് ഇതിൻ്റെ ഫ്ലോ റേറ്റ് വരുന്നത്. പിന്നെ ടോട്ടൽ ഫിൽറ്റർ വോളിയം 23 ലിറ്ററാണ്. പിന്നെ ഇതിൽ മീഡിയാസ് ഇടുന്ന വോളിയം 18 ലിറ്ററാണ്. പിന്നെ കാണിക്കുന്നത് നമുക്കിത് ഫ്രഷ് വാട്ടറിലും യൂസ് ചെയ്യാം, അതുപോലെ മറൈൻ ടാങ്കിലും യൂസ് ചെയ്യാം. എഹീമിൻ്റെ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ മോട്ടർ എക്സ്റ്റേണലായിട്ടാണ് ഫിക്സ് ചെയ്യുക. നമ്മളിതിൻ്റെ ടോപ്പ് സൈഡിൽ കാണുന്നുണ്ട്. ഞാനത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. മറ്റുള്ള 150 മുതൽ 600 വരെയുള്ള ഏത് മോഡൽസ് നോക്കിയാലും അതിൽ ഇൻറ്റേർണൽ ഇമ്പല്ലർ ആയിട്ടായിരിക്കും വരിക. ഇത് പവർഫുൾ ഫിൽറ്റർ ആയതുകൊണ്ട് എക്സ്റ്റേണലായിട്ടാണ് കൊടുത്തത്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ മീഡിയയുടെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. പിന്നെ സെപ്പറേഷൻ പ്ലേറ്റ്സ് അങ്ങനത്തെ ഡീറ്റെയിൽസാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഫിൽറ്ററിന് മീഡിയാസ് ഇൻക്ലൂഡഡ് അല്ല. ഇത്രയും വലിയൊരു ഫിൽറ്റർ ആയതുകൊണ്ട് നമ്മളുടെ പർപ്പസിനനുസരിച്ചിട്ടുള്ള മീഡിയാസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കമ്പനി അങ്ങനെ കൊടുത്തത്. എന്നാൽ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടന്നാലോ? ഇതാണ് നമ്മളിതിൻ്റെ അകത്ത് വരുന്ന ഫിൽറ്റർ. ഏറ്റവും പുറത്തുള്ളത് നമ്മൾ സാധാരണ മോട്ടറിലൊക്കെ കാണുന്ന പോലെ ഒരു മോട്ടർ ഗാർഡാണ്. നല്ല ക്വാളിറ്റിയുള്ള ബിൽഡ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഓവർ പ്രഷർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിലൊക്കെ ചെറിയൊരു രീതിയിലുള്ള കെയർ കൊടുത്തിട്ട് യൂസ് ചെയ്യുക. നമ്മൾ 150 മുതൽ 600 വരെയുള്ള മോഡലിൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ക്ലിപ്പായിരുന്നു വരുന്നത്. ഇത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മോട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സ്ക്രൂയിങ് മെക്കാനിസമാണ്. ഒരു റബ്ബർ ബുഷ് ഉണ്ടാവും അടിയിൽ. നമ്മൾ സ്ക്രൂ യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക. അത് എല്ലാ സൈഡിലും ഉണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ ലൂസൺ ചെയ്തിട്ട് വേണം അത് ഓപ്പൺ ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ നമ്മളെ പമ്പിൻ്റെ അടിവശം വരുന്നത്. പിന്നെ നമ്മൾ കണ്ടെയ്നറിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം 2 സെപ്പറേഷൻ പ്ലേറ്റ് ആണ് വരുന്നത്. നമ്മൾ മീഡിയാസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള. അടുത്തത് വരുന്നത് ഇതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഹോസാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഹോസാണ് ഇതിൻ്റെ കൂടെ കൊടുത്തത് അവർ. പിന്നെ അതിൻ്റെ ഇൻലെറ്റ് ഹോസ് വരുന്നത് 25/34 mm തിക്നെസ് ഉള്ള ഹോസാണ് വരുന്നത്. അതുപോലെ ഔട്ട്ലെറ്റ് വരുന്നത് 16/22 mm ഔട്ട്ലൈൻ ഹോസാണ് വരുന്നത്. അടുത്തതിൻ്റെ ഓറിംഗ് ആണ്. ഇത് യൂസ് ചെയ്യാണ്ട് നിങ്ങൾ ഒരിക്കലും ഫിൽറ്റർ ഓൺ ചെയ്യരുത്, ഫിൽറ്റർ ലീക്കാവും. അപ്പോൾ ഇതെപ്പോഴും ഇത് ചുറ്റും ഇട്ടതിന് ശേഷം മാത്രം ഫിൽറ്റർ ഓൺ ചെയ്യുക. പിന്നെ ഫിൽറ്റർ ബാഗാണ് വരുന്നത്. നിങ്ങൾക്കുള്ള മീഡിയാസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം
ടൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതിൽ വരുന്നത് നമ്മൾ ഇതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ നമ്മൾ എക്സ്റ്റേണൽ പമ്പ് നമ്മുടെ ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കണക്ടറും ബാക്കി ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് വരുന്നത് ഇതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് പൈപ്പാണ്. ഞാൻ 2 പൈപ്പ് നേരത്തെ കാണിച്ചു. ഒന്ന് തിക്കായിട്ടുള്ളത്, ഇതിൽ നമ്മളിത് കണക്ട് ചെയ്യും. ഇത് ടാങ്കിലേക്ക് ഇറക്കി വെച്ചിട്ട് ടാങ്കിലുള്ള വെള്ളം പുറത്തേക്ക് സക്ക് ചെയ്യുന്നത് ഈ പൈപ്പ് വഴി. പിന്നെ കൂടുതൽ ഫ്ലോ ആണ് നിങ്ങളുടെ ടാങ്കിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഇതിൽ ഫുള്ള് ഹോളാണ്. ഈ ഒരു കണക്ടർ അതിൽ യൂസ് ചെയ്തിട്ട് വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഫിൽറ്ററിൻ്റെ എക്സ്റ്റേണൽ പമ്പ് കണക്ട് ചെയ്യുന്നത്. ഇത് കണക്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണുന്നത്. ഇതിൻ്റെ ടോപ്പ് സൈഡിലുള്ള പാർട്ടിലാണ് നമ്മൾ ഫിൽറ്റർ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്യുക. അതായത് നമ്മൾ അക്വേറിയത്തിലേക്ക് വെള്ളം പുറത്തേക്ക് വരുന്ന പാർട്ട് ഈ ഒരു ടോപ്പ് സൈഡ് പൈപ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മളെ 1500 XL എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ ടാങ്ക് ഒരു ഹെവിലി സ്കേപ്ഡ് ടാങ്ക് ആണെങ്കിൽ, അതും 300 ലിറ്ററിൻ്റെ മുകളിലോട്ടുള്ള ടാങ്ക് ആണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മോൺസ്റ്റർ ഫിഷസ് ആയ അരോന, ജയൻറ്റ് കൗര, ഓസ്കാർ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വേസ്റ്റ് ഉണ്ടാവും. ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫിൽറ്റർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വലിയൊരു മറൈൻ ടാങ്കിലേക്കൊക്കെ നമുക്ക് ആപ്റ്റായ ഒരു ഫിൽറ്ററാണിത്. നമ്മളെ വീഡിയോയുടെ സമയം ഏകദേശം കഴിയാറായി. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. ഇതിൻ്റെ റേറ്റോ മറ്റു കാര്യങ്ങളോ അറിയണമെങ്കിൽ ഞാൻ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഒരു 300 ഫുള്ളി സ്കേപ്ഡ് ടാങ്കോ അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ടാങ്കോ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.